മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്ന് CPM പട്ടാമ്പി ലോക്കൽ കമ്മിറ്റി. വാർഡും വാർഡ് അതിർത്തികളും മാനദണ്ഡമാക്കാതെ വോട്ടുകൾ ചേർക്കുകയും വെട്ടിമാറ്റുകയും ചെയ്യുന്നുവെന്ന് CPM ആരോപിച്ചു. നിലവിൽ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൻ്റെ പരിധിയിലുള്ള വോട്ട് മറ്റൊരു വാർഡിൻ്റെ പരിധിയിലേക്ക് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മാറ്റുകയാണ്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള പട്ടികയിൽ 14-ാം വാർഡിൻ്റെ അതിർത്തിക്കകത്ത് നിൽക്കുന്ന വോട്ടുകൾ ഒരു പ്രത്യേക മേഖല ആകെ എടുത്ത് 15-ാം വാർഡിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് 15-ൻ്റെ അതിർത്തിയിലല്ല ഇത് വരുന്നത്, പൂർണ്ണമായും 14-ൻ്റെ അതിർത്തിയിലാണ് വരുന്നത്. കൃത്യമായി അവരുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് മാറ്റുന്നതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മറ്റൊന്ന്, ചില വാർഡുകളിൽ നിന്ന് ചില പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയതായി ഇപ്പോൾ കാണുന്നുണ്ട്. ഉദാഹരണമായി കൊടലൂർ 9-ാം വാർഡിൽ 57 അപേക്ഷകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വിടുന്ന അപേക്ഷകളാണ്. ഈ അപേക്ഷകൾ ആകെ 59-ാം വാർഡിൻ്റെ അതിർത്തിയിൽ പൂർണ്ണമായി നിൽക്കുന്ന അപേക്ഷകളാണ്. അതിൽ CPIMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ, പ്രവർത്തകരായ ആളുകളുടെ ഉൾപ്പെടെയുള്ള വോട്ടുകളുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ട്. ഈ 57 വോട്ടും 9-ൽ നിന്ന് മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കാലങ്ങളായി 9-ാം വാർഡിൻ്റെ ഈ 9-ാം വാർഡ് രൂപീകരിച്ചതിന് ശേഷം 9-ാം വാർഡിൻ്റെ പരിധിയിൽ താമസിക്കുന്നവരാണ് അവർ. മറ്റൊന്ന്, അതിൻ്റെ തൊട്ട് കിടക്കുന്ന 6-ാം വാർഡിൽ നിന്ന് 29 വോട്ട് 6-ാം വാർഡിൽ നിന്ന് മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷ കൊടുത്തതിൽ 6-ാം വാർഡിനകത്ത് താമസിക്കുന്ന ആളുകളുടെ, പൂർണ്ണമായി ആ വാർഡിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ വോട്ടാണ് മാറ്റാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ BJPയുടെ മുനിസിപ്പാലിറ്റിക്കകത്തെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അറിയാതെ നടക്കില്ല, അറിയാതെ സംഭവിക്കില്ല. വാർഡ് 22-ൽ ഞാൻ താമസിക്കുന്ന വാർഡാണ്. ആ വാർഡ് 22-ൽ ഇത്തരത്തിൽ വലിയ തോതിൽ ട്രാൻസ്ഫർ അപേക്ഷയും വോട്ട് ചേർക്കാനുള്ള അപേക്ഷയും കണ്ടപ്പോൾ ഞങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തി. സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു സജീവമായി ദീർഘകാലമായി പാർട്ടി പ്രവർത്തന രംഗത്തുള്ള ഒരു സഖാവിൻ്റെ വീട്ടിൽ പുതിയ രണ്ട് അപേക്ഷ കാണുന്നുണ്ട്. ആ പുതിയ 2 അപേക്ഷ ഇതേതാ അപേക്ഷ എന്ന് ഞങ്ങൾ അന്വേഷിച്ച് നോക്കി, ആ വീട്ടുകാർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ ഈ അപേക്ഷകൻ്റെ പേര് വെച്ച് അത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ വാർഡിന് പുറത്തുനിന്നുള്ള BJP അനുഭാവികളായ 2 പേരുടെ അപേക്ഷയാണ്. അങ്ങനെ വന്നപ്പോൾ സൂക്ഷ്മമായ പരിശോധന നടത്തി. സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ നിരവധി വീടുകളിൽ ആ വീട്ടുകാരറിയാതെ അവരുടെ വീട്ടിൽ വാർഡിൻ്റെ പരിധിക്ക് പുറത്തു നിന്ന് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലുമുള്ള വോട്ട് ചേർക്കാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാർഡിൻ്റെ പരിധിയിൽ നിന്ന് മറ്റു വാർഡുകളുടെ സമീപ പ്രദേശങ്ങളിലെ വാർഡുകളുടെ പരിധിയിൽ നിന്ന് വോട്ട് ട്രാൻസ്ഫർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ വാർഡിലേക്കാണോ എന്ന് നമ്മൾക്ക് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതെല്ലാം BJP അനുഭാവികളായ ആളുകളുടെ വോട്ടുകളാണ് മാറ്റാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ വാർഡിൻ്റെ അതിർത്തിക്കകത്ത് അല്ലാത്ത വോട്ടുകൾ ബോധപൂർവം ചില വീടുകളിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നു. വാർഡുകളുടെ അതിർത്തിക്കകത്ത് വരാത്ത വോട്ടുകൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നു. ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ ഇതിലെല്ലാം വരുന്നത് നമ്മുടെ സൂക്ഷ്മമായ പരിശോധന. ഞങ്ങളിപ്പോൾ എല്ലാ വാർഡിൻ്റെ അടുത്ത് പരിശോധിച്ചു. എല്ലാ വാർഡിൻ്റെയും സ്റ്റാറ്റസ് നോക്കിയാൽ ഇത് എല്ലാ വാർഡുകളിലെയും അപേക്ഷ കൊടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ BJP 1-ാം സ്ഥാനത്ത് വന്ന വാർഡുകൾ, കഴിഞ്ഞ തവണ BJP 2-ാം സ്ഥാനത്ത് വന്ന വാർഡുകൾ, ഈ വാർഡുകളും
അതിനോടനുബന്ധിച്ച് സമീപ പ്രദേശങ്ങളിലെ വാർഡുകളിലുമാണ് ഷിഫ്റ്റിംഗ് അപേക്ഷ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇത് ബോധപൂർവം കൃത്രിമം നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചനയാണ്. മറ്റൊന്ന്, ഈ വീടുകളിൽ അപേക്ഷ അവരറിയാതെ, വീട്ടുകാരറിയാതെ അപേക്ഷ വന്നു എന്നുള്ളതും ഷിഫ്റ്റിങ്ങിന് അപേക്ഷ കൊടുക്കപ്പെട്ടിട്ടുള്ള പേരുകളോടും ഞങ്ങളിത് പോയി അന്വേഷിച്ചു. അപ്പോൾ നിങ്ങളുടെ വോട്ട് ഇവിടുന്ന് മാറാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടാണോ? അപ്പോൾ അവരറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 9-ാം വാർഡിലെ ഈ 57 വോട്ടും ഞങ്ങൾ പോയി അന്വേഷിച്ചു. ആ 57 വോട്ടും അവരറിഞ്ഞിട്ടല്ല മാറ്റാൻ അപേക്ഷ കൊടുത്തവരറിഞ്ഞിട്ടില്ല. അതുപോലെ വീടുകളിൽ പുതിയ വോട്ട് വരുന്നത്, ആ വീട്ടിൽ അങ്ങനെ ഒരു വോട്ടറില്ല. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ അതും അവർക്കറിയില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക കേന്ദ്രത്തിലിരുന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഓൺലൈൻ വോട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. ആ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പെയ്ഡായി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്, പ്രത്യേക കേന്ദ്രത്തിലിരുന്ന് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഇത് ആസൂത്രിതമായ നീക്കമാണ്. ചില വാർഡുകളിലുള്ള ബലാബലങ്ങളിൽ മാറ്റം മാത്രം കേന്ദ്രീകരിച്ച് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ്. കഴിഞ്ഞ തവണത്തെ വോട്ട് ശരാശരി നോക്കി അതിനനുസൃതമായി ചില മേഖലകളിൽ നിന്ന്, തങ്ങൾക്ക് രക്ഷയില്ലാത്ത മേഖലയിൽ നിന്ന് തങ്ങളുടെ വോട്ട് സാധ്യതയുള്ള വാർഡുകളിലേക്ക് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ള നിലയിലുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയാകെ, ജനാധിപത്യ പ്രക്രിയയാകെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. തീർച്ചയായും മുനിസിപ്പാലിറ്റിക്കകത്ത്, പഞ്ചായത്തുകൾക്കകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതെല്ലാം ഞങ്ങൾക്കും അറിയാം. പക്ഷേ മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് അതിലിടപെടാനും ന്യായമായി, നീതിപൂർവമായി അതിർത്തിക്കകത്ത് നിൽക്കുന്ന വോട്ടുകൾ മാത്രം വരാനും, താമസമുള്ള വോട്ടുകൾ മാത്രം വരാനും ഇടപെടാൻ വേണ്ടി കഴിയും. അപ്പം ഇങ്ങനെ വ്യാപകമായി വരുന്നത് ഇപ്പോൾ 14-ൽ മാറ്റിക്കഴിഞ്ഞു. ഈ പട്ടിക വന്നപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിന് അപേക്ഷ പരിശോധിച്ചാൽ അത് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെ വ്യാപകമായി ഒരു അട്ടിമറി നീക്കം നടക്കുന്നത് മുനിസിപ്പൽ ഭരണാധികാരികൾ അറിഞ്ഞുകൊണ്ടാണോ? ഇവിടുത്തെ UDF ഭരണ നേതൃത്വം അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. മറ്റൊന്ന്, കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സവിശേഷ സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആ സവിശേഷ സാഹചര്യത്തിൽ കൃത്യമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ, വീടുകൾ പോയി പരിശോധന, ഈ വോട്ടർമാരെ കണ്ടുകൊണ്ടുള്ള വെരിഫിക്കേഷൻ, ഇങ്ങനെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെല്ലാം പ്രയാസമാണ്. അതിനുള്ള ഇളവുകളും നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാകെ അട്ടിമറിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്കകത്ത് നടക്കുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കുന്നതിന് വേണ്ടിയുള്ള, വോട്ടർ പട്ടിക നീതിപൂർവമായി പ്രസിദ്ധീകരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് എല്ലാവരോടും, അത് ബന്ധപ്പെട്ട അധികാരികളോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.